ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കോടതി വിധി വന്നു. അന്ന് നമ്മൾ മോർണിംഗ് ഷോയിലൊക്കെ കാര്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ നാഷണൽ ഹൈവേ പരിസരങ്ങളിലുള്ള ശുചിമുറികളിൽ ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് കോടതി വിധി വന്നു. ഒരുപാട് ആളുകൾ അതുമൂലം ബുദ്ധിമുട്ടി. മാത്രമല്ല ഈ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അത്ര കൂടുതൽ ശുചിമുറികളും ടോയ്ലറ്റ് സൗകര്യങ്ങളും കേരളത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കോടതി വിധി വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലാകും ആളുകൾ. നമ്മളും അതിനെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് വളരെ ആശ്വാസകരമായ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നു. നാഷണൽ ഹൈവേ പരിസരത്തുള്ള ശുചിമുറികൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അത് ഒരിക്കലും അടച്ചിടാനൊന്നും പാടില്ല. എന്നാൽ മറ്റുള്ള പ്രദേശങ്ങളിലെ പെട്രോൾ പമ്പുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒന്നും തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആളുകൾക്ക് വലിയ ഒരു ആശാ കേന്ദ്രമായിരുന്നു. കാരണം ഇത്ര കൂടുതൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഹോട്ടലിൽ കയറാൻ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ പണം ചിലവാക്കാൻ താല്പര്യമില്ലാത്തവരോ പണം കയ്യില്ലാത്തവരോ ഒക്കെ ആളുകൾക്ക് ഈസി ആയിട്ട് പെട്രോൾ പമ്പിലേക്ക് കയറി അവരുടെ കാര്യം സാധിച്ച് മടങ്ങി പോകാമായിരുന്നു. അതിനാണ് കുറച്ച് കാലം മുമ്പ് ഈ കോടതി വിധി വന്ന് പ്രശ്നമായത്. എന്നാൽ ഈ വിധി മാറ്റിയിരിക്കുന്നു. നാഷണൽ ഹൈവേ പരിസരത്തുള്ള ശുചിമുറികൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ള വിധി വന്നിരിക്കുന്നു. ഓക്കെ, കോടതിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നന്ദി. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ വോട്ടർമാർക്കൊപ്പം ചായ സൽക്കാരം നടത്തി രാഹുൽ ഗാന്ധി. മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാൻ അവസരം തന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം നന്ദിയും പറഞ്ഞുകൊണ്ട് രാഹുൽ പരിഹസിച്ചു. ബീഹാറിൽ നിന്നുള്ള 7 പേർക്കൊപ്പമായിരുന്നു രാഹുലിന്റെ ഇന്നത്തെ ചായ സൽക്കാരം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ 7 വോട്ടർമാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി ഇന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ രസമുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മരിച്ചവർക്കൊപ്പം ഇരുന്നൊരു ചായ സൽക്കാരം ഇതാദ്യമായാണെന്ന് രാഹുൽ ഗാന്ധി. वोटर लिस्ट चेक किया गया सर, पता चला कि नाम ही नहीं है इसमें। और फिर आपने चेक किया, नाम क्यों नहीं है? पता लगा कि भैया मर गए, मार दिया हमें, इलेक्शन कमीशन ने मार दिया जी। आपको क्या लगता है, आप जैसे कितने लोग हैं? सर एक पंचायत में मिनिमम सर 50 लोग। ഇങ്ങനെയൊരു അനുഭവം തന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയെന്ന സത്കാരത്തിന്റെ വീഡിയോ അടക്കം പങ്കുവച്ച രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ കുറിച്ചു. രാമിക്ബാൽ റേ, ഹരേന്ദർ റേ, ലാൽമുനി ദേവി, വാച്ചിയ ദേവി, ലാൽവതി ദേവി, പൂനം കുമാരി, മുന്ന കുമാർ എന്നീ 7 വോട്ടർമാരും തേജസ്വി യാദവിന്റെ മണ്ഡലമായ രാഘോപൂരിൽ നിന്നുള്ളവരാണ്. വോട്ടവകാശം തിരികെ ലഭിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ ഹാജരായതായും സംഘം രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. 24 ഡൽഹി. എന്തായാലും സാധാരണ കേട്ടുകഴിവില്ലാത്തൊരു കാര്യം മരിച്ചവർക്കൊപ്പം ചായ കുടിക്കുക ഒരു നേതാവ് എന്നുള്ളത്. അതിനും ഒരു മാറ്റം വന്നു ഇന്ത്യയിൽ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണവുമായി BJP ഇന്ന് രംഗത്ത് വന്നു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്നാണ് BJPയുടെ ആരോപണം. വയനാട്ടിൽ കള്ളവോട്ട് നടന്നുവെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. BJPയുടെ ആരോപണങ്ങൾ വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് T സിദ്ദിഖ് MLA. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കാണ് BJPയുടെ മറുപടി. 1983 സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. എന്നാൽ 1980 വോട്ടർ പട്ടികയിൽ പേരെങ്ങനെ വന്നുവെന്നും തെളിവുകൾ പുറത്തുവിട്ട് BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ ചോദിച്ചു. വയനാട് മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നായിരുന്നു BJP നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നു. 52 വോട്ടർമാർക്ക് ഒരേ മേൽവിലാസമാണെന്നും ആരോപണം. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं, 4,246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए. BJPയുടെ ആരോപണങ്ങൾ തള്ളി T സിദ്ദിഖ് MLA. എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് പ്രചാരണ വീഡിയോ പുറത്തിറക്കി. ओ भैया जी कहाँ जा रहे हो? वोट डालने। क्या नाम है? गरीबदास। गरीबदास तो ही का नाम है और ये वोट डाल चुका है. घर जाओ।
पर बेटा ये देखो വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ വോട്ടുകൾ ചെയ്തു മടങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. 24 ഡൽഹി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മൗനം തുടർന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരിഹാസം നിറഞ്ഞ മറുപടി. സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി BJP നേതാക്കളും രംഗത്ത് വന്നു. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. നമുക്ക് കാണാം. ആരോപണങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് CPIM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, RSകാർ, BJPക്കാർ അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട് നാളുകളിൽ ഇപ്പം വന്ന വാർത്ത. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി BJP നേതാക്കൾ രംഗത്തെത്തി. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച CPM പ്രവർത്തകന്റെ നടപടിക്കെതിരെ BJP കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലും കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. 24 തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂരിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് LDF-ഉം ക്രമക്കേട് തെളിയിക്കുമെന്ന് UDF-ഉം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള TN പ്രതാപന്റെ പരാതി. ഇതിനാൽ പരാതിയിൽ തിടുക്കപ്പെട്ട കേസെടുക്കേണ്ടെന്നാണ് ADGP തലത്തിലെ വിലയിരുത്തൽ. തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ തെളിവ് പുറത്തുവന്നു. എന്നാൽ തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് V ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ക്രമക്കേട് തെളിയിക്കുമെന്നും LDF-ഉം UDF-ഉം. 10,000-കണക്കിന് വോട്ടുകൾ BJPയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാജമായി വ്യാപകമായി ഓർഗനൈസ്ഡായി RSSന്റെയും BJPയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി ഇലക്ഷൻ നിയമത്തിന്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരുള്ളവർ വോട്ട് ചെയ്തിട്ടല്ല അധികം ജയിച്ചത്. തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ്. ഈ മുഴുവൻ വോട്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ചേർത്താണ്. അത് ഞങ്ങൾ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഞങ്ങൾക്ക് BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആരോപണങ്ങൾ നാടകമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. അതേസമയം ഇന്നലെയുണ്ടായ CPIM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 24 തൃശൂർ. തദ്ദേശ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണവുമായി UDF-ഉം BJPയും രംഗത്ത് വന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാടിൽ ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടേഴ്സിനെ ചേർത്തെന്നാണ് ലീഗിന്റെ ആരോപണം. തിരുവനന്തപുരത്ത് ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയർത്തി BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നെന്ന ആരോപണമുയരുന്നത്. CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെയും BJPയുടേതും. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന നേതാക്കൾ. 327 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരേ വോട്ടർ ID-യിൽ പല പേരുള്ളതായി കണ്ടെന്ന് BJPയുടെ ആരോപണം. ക്രമക്കേട് സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടിയെന്ന ആരോപണം ഉയരുന്നുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 24 തിരുവനന്തപുരം. കോഴിക്കോട് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതി ചാടിപ്പോയി. വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ചാടിപ്പോയത്. അസം സ്വദേശി പ്രസൻജിത്താണ് കൈവിലങ്ങോടെ രക്ഷപ്പെട്ടത്. ഷഹദ് റഹ്മാൻ ടെലിഫോണിൽ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, കൈവിലങ്ങോടെ ചാടിയെങ്കിൽ പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പറയൂ. ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. പോലീസ് വ്യാപകമായിട്ട് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 7:30 കൂടിയിട്ടാണ് ഈ പ്രതി ജയിലിൽ നിന്നും ചാടിപ്പോകുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോകുന്നത്. പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്തോടു കൂടിയാണ് അയാൾ ചാടിപ്പോയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. കൈവിലങ്ങ് ഇയാളുടെ കൈവിലങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ദൂരം ഇയാൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അസം സ്വദേശിയായിട്ടുള്ള പ്രസൻജിത്ത് ആണ് ചാടിപ്പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പോകാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധനകളും നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ എത്തിക്കാൻ സാധിക്കും, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും അല്പസമയത്തിനകം പുറത്തു വരും. SKN എന്തായാലും പ്രതിയെ വേഗം പിടിക്കട്ടെ, കൈവിലങ്ങ് അദ്ദേഹം പൊട്ടിച്ചു കളയുന്നതിന് മുമ്പ്. വിഴിഞ്ഞ ഭീതി ദിനാചരണത്തിൽ വീണ്ടും ഉടക്കി സർക്കാരും ഗവർണറും. കോളേജുകളിൽ ദിനാചരണം നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു. നടത്തണമെന്ന് ഗവർണറെ അനുകൂലിക്കുന്ന വൈസ് ചാൻസലർമാരുടെ സർക്കുലറും ഉണ്ടായി. വിഭജന ഭീതി ദിനാചരണം നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും ഇന്ന് അറിയിച്ചു. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഓർമ്മ സെമിനാറുകൾ, നാടകങ്ങൾ ഉൾപ്പെടെയായി കോളേജുകളിൽ സംഘടിപ്പിക്കണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. ഗവർണർ പറയുന്ന ദിനാചരണമെന്നും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടപ്പിലാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. ഗവർണർ നൽകിയ ഉത്തരവ് അതേ മട്ടിൽ പാലിക്കണമെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയതായി KTU വൈസ് ചാൻസലർ. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തതനുസരിച്ചിട്ട് കോളേജുകളാണ്, അഫിലിയേറ്റഡ് കോളേജുകളാണ് തീരുമാനിക്കുന്നത്. SFIയും KSUയും ഭീതി ദിനാചരണത്തിനെതിരെ രംഗത്തെത്തി. സർവകലാശാലകളിൽ SFI ചാൻസലറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേരള, കണ്ണൂർ വിസിമാരും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു. പേരുകൾ നാളെ നൽകാം എന്ന് സർക്കാർ. സ്ഥിരം VC നിയമനം വൈകുന്നതിൽ കോടതി ആശങ്ക അറിയിച്ചു. എന്ന് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ സർക്കാർ ഗവർണർ തർക്കത്തിന് സുപ്രീം കോടതിയിൽ സമവായം. VC നിയമനത്തിലെ പ്രധാന തർക്ക വിഷയമായ സെർച്ച് കമ്മിറ്റി രൂപീകരണം സുപ്രീം കോടതി ഏറ്റെടുത്തു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു. ഇരുവരും നൽകുന്ന പേരുകളിൽ നിന്നായിരിക്കും സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ 1 അംഗം UGC നോമിനിയായിരിക്കും. സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ചാൽ തർക്കത്തിന് പരിഹാരമാകുമെന്ന് സംസ്ഥാനം കോടതിയിൽ അറിയിച്ചിരുന്നു. സർക്കാർ നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി മന്ത്രിമാർ. താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരിയെന്ന് ഇന്ന് വ്യക്തമായി. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചില പ്രാഥമിക നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വളരെ സുവ്യക്തമായ നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിട്ട് വേണം വൈസ് ചാൻസലർ നിയമനം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. താൽക്കാലിക VC നിയമനത്തിനെതിരെയുള്ള കേരളത്തിന്റെ നിലപാട് നിയമപരമായി ശരിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. UGC ചട്ടം പാലിക്കാതെയാണ് ചാൻസലർ തീരുമാനമെടുത്തതെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. VC നിയമനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ഇരു കൂട്ടരോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. R. അച്യുതൻ, 24, ഡൽഹി.
കേരള സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹാരമാകാതെ തുടരുകയാണ്. ബജറ്റ് ചർച്ച ചെയ്യാൻ വിളിച്ച കേരള സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം ക്വാറം തികയാതെ പിരിഞ്ഞുപോയി. എന്നാൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് SFI നേതൃത്വമായുള്ള ചർച്ചയിൽ വൈസ് ചാൻസലർ ഇന്ന് ഉറപ്പ് നൽകി. കേരള സാങ്കേതിക സർവകലാശാലയിൽ ജീവനക്കാർക്ക് ശമ്പളമില്ല, വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ല. പ്രതിസന്ധികൾ പരിഹരിക്കാൻ ബജറ്റ് പാസ്സാകണം. ഇതിനുവേണ്ടിയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ വിളിച്ചത്. 14 അംഗങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് 4 പേർ മാത്രം. 5 പേരെങ്കിലും പങ്കെടുത്താൽ മാത്രമേ യോഗത്തിന്റെ കോറം തികയൂ. MLA-മാരും സർക്കാർ പ്രതിനിധികളും യോഗത്തിലെത്തിയില്ല. കോറം തികയാത്തതിനാൽ ഫിനാൻസ് കമ്മിറ്റി യോഗവും ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള SFIയുടെ ആവശ്യങ്ങൾ ഇന്ന് നടന്ന ചർച്ചയിൽ വൈസ് ചാൻസലർ അംഗീകരിച്ചു. നിലവിൽ ഇയർ ബാഗ് ഒഴിവാക്കാൻ വേണ്ടി VC നിലവിൽ അംഗീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് ഫയൽ മൂവ് ചെയ്യാൻ എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥി വിഷയങ്ങൾ വെച്ചുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാൻ എന്നുള്ള രൂപത്തിൽ VC ഉറപ്പ് നൽകിയിട്ടുണ്ട്. തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഉറപ്പുകൾ നൽകിയതെന്ന് വൈസ് ചാൻസലർ. ഈ വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം അത് സെക്ഷൻ 14(5) എന്നാണ് ഇവിടെ പറയുന്നത്. അതനുസരിച്ചിട്ട് ഒഴിവാക്കി കൊടുക്കും. അതിനുശേഷം അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സാണ് ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആ ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്ക് ഈ തീരുമാനം പോകും. സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാങ്കേതിക സർവകലാശാല പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. 24 തിരുവനന്തപുരം. നാളെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന BJPയുടെ പുതിയ കോർ കമ്മിറ്റി മീറ്റിംഗിൽ K. സുരേന്ദ്രനും V. മുരളീധരനും CK. പത്മനാഭനും പങ്കെടുക്കില്ല എന്നറിയുന്നു. പുതിയ നേതൃത്വത്തിനെതിരെ BJPക്കുള്ളിൽ അതൃപ്തി പുകയുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ മീറ്റിംഗിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. അസമിലും ഡൽഹിയിലും മറ്റു ചില യോഗങ്ങളുണ്ടെന്നാണ് നേതാക്കന്മാരുടെ വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. SKN പുതിയ കോർ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ് നാളെ കൊച്ചിയിലെ YMC ഹാളിൽ വെച്ച് ചേരാൻ പോകുന്നത്. 23 അംഗ കോർ കമ്മിറ്റി മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയിൽ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു കോർ കമ്മിറ്റി ഉണ്ടാകുന്നത് ആദ്യമാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമായി തന്നെ പല നേതാക്കളും പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ തന്നെയും V. മുരളീധരനും K. സുരേന്ദ്രനും വിട്ടുനിൽക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ V. മുരളീധരൻ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. അദ്ദേഹം നാളെ ഡൽഹിക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ അസമിലേക്ക് പോവുകയാണ്. അവിടെയും അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CK. പത്മനാഭൻ മകൾ കോഴിക്കോട് നിന്ന് മറ്റൊരു യാത്രയപ്പിന് വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിപരമായ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CK. പത്മനാഭൻ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ് CK. പത്മനാഭനെയൊക്കെ ആദ്യം ഈ കോർ കമ്മിറ്റിയിൽ എടുക്കുന്ന ഒരു കാര്യത്തിലൊക്കെ വളരെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഏറെ വലിയ ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് CKPയെ ഈ ഒരു കോർ കമ്മിറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നത് പോലും. ഏതായാലും സുരേഷ് ഗോപിയും ജോർജ് കുര്യനാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഇതിൽ ജോർജ് കുര്യൻ ഇന്ന് തന്നെ ഡൽഹിക്ക് പോവുകയാണ്. പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹം ഓൺലൈനായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ ഒരു പുതിയ നേതൃത്വത്തിനെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും BJPയുടെ ഉള്ളിൽ ഉണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേതാക്കന്മാരുടെ ഒരു വിട്ടുനിൽക്കൽ അണികൾക്കിടയിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ഒരു മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ തൃശൂർ അടക്കമുള്ള ഇന്ത്യയിൽ ഒട്ടാകെയുള്ള വോട്ടർ പട്ടികയെ സംബന്ധിച്ച ക്രമക്കേടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് BJP അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്നൊരു ചർച്ചയും ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ പ്രശ്നം, ആ ലവ് ജിഹാദായ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ നിലവിൽ ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്നൊരു കാര്യത്തിലും നാളെ ചർച്ചകൾ ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പുതിയ ചില അംഗങ്ങളും ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അനൂപ് ആന്റണിയും ഷോൺ ജോർജുമാണ്. അവരും ഈ മീറ്റിംഗിന്റെ ഭാഗമായി നാളെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ. ഡൽഹിയിലെ തെരുവ് നായ ശല്യം സംബന്ധിച്ച ഹർജി 3 അംഗ ബെഞ്ചിന് വിട്ടു ചീഫ് ജസ്റ്റിസ്. കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് JB പർദിവാലയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റിയത്. ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കുകയാണ്. R. അച്യുതൻ ടെലിഫോണിൽ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, പറയൂ വിശദാംശങ്ങൾ. ഡൽഹിയിലെ തെരുവുനായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി സ്വമേധയാ കേസ് സ്വീകരിക്കുകയും ആ കേസിൽ
ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഡൽഹിയിലെ എല്ലാ തെരുവ് നായകളെയും കണ്ടെത്തി അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഈ ഉത്തരവിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഈ തെരുവ് നായകളെ സംരക്ഷിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അത്തരം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി അതിപ്പോൾ JB പർദിവാലയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഹർജി 3 അംഗ ബെഞ്ചിനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വിട്ടിരിക്കുന്നത്. ഈ ഹർജി നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷകളും JB പർദിവാലയുടെ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുള്ള അപേക്ഷകളും നാളെ 3 അംഗ ബെഞ്ച് പരിഗണിക്കും. എന്തായാലും ഈ ഉത്തരവ് പ്രതിഷേധത്തിന് വഴിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇടപെടലിന് സുപ്രീം കോടതി ഒരുങ്ങുന്നത്. SK മലപ്പുറം KFCയിൽ വിജിലൻസ് പരിശോധനയുണ്ടായി. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച PV അൻവർ 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ പരിശോധന. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. PV അൻവർ കേസിൽ 4ാം പ്രതിയാണ്. KFC ഉദ്യോഗസ്ഥരും പ്രതി പട്ടികയിൽ. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, അത് 12 കോടി എടുത്തത് 24 കോടിയായോ? എങ്ങനെയായി? SKN 12 കോടിയാണ് വായ്പയായി എടുത്തത്. ഇപ്പോൾ അത് ബാധ്യതയായി 22 കോടി രൂപയായിരിക്കുകയാണ്. ഇതുവരെയും അത് തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെ വലിയ ഒരു ബാധ്യത തന്നെ അത് KFCക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് ജൂലൈ 29-നാണ്. ഇന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള വിജിലൻസിന്റെ പ്രത്യേക സംഘം മലപ്പുറത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഓഫീസിലെത്തി പരിശോധന നടത്തുകയും രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടുത്തെ അതായത് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറത്തെ ചീഫ് മാനേജർ ഉൾപ്പെടെ 4 KFC ഉദ്യോഗസ്ഥരും PV അൻവറും PV അൻവറിന്റെ സഹായിയായിട്ടുള്ള സെയ്ദ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4ാമത്തെ പ്രതിയാണ് PV അൻവർ. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം 12 കോടി എടുത്തപ്പോൾ തന്നെ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ല. അത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വായ്പ എടുത്തത്. ആ കടമായിട്ട് ആ പൈസ കൊടുക്കുമ്പോൾ എടുക്കേണ്ട രേഖകൾ ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് അന്ന് നടന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ആ പണമാണ് തിരിച്ചടയ്ക്കാതെ ഇപ്പോൾ 22 കോടി ആയിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ വിജിലൻസ് കേസെടുക്കുകയും രേഖകൾ പിടിച്ചെടുക്കുന്ന നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. SK താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കർണന എന്ന് പറയുന്ന ID എന്നൊരു വിവരം. MLA മരിച്ചാൽ കുടുംബാംഗത്തിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന രീതിയുള്ള ജനാധിപത്യ ബോധം അതേ ഇന്ത്യൻ ജനതയ്ക്കുള്ളൂ. ആ നിലവാരത്തിലുള്ള രാഷ്ട്രീയക്കാരെ മാത്രമേ അപ്പോൾ തിരിച്ചും കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത് കോട്ടിട്ടാൽ പിന്നെ മെസ്സേജ് വായിക്കില്ലേ? അത് ആ ഒരു പ്രേക്ഷകരുടെ സംശയം ഒന്ന് മാറ്റി കൊടുക്കണം. കോട്ടിട്ടാലും കോട്ടിട്ടില്ലെങ്കിലും നമ്മൾ പ്രേക്ഷകരുടെ മെസ്സേജ് വായിക്കുമെന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ തിരിച്ചറിയുക. കൊച്ചിയിലെ തൊഴിൽ തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവുകൾ കിട്ടി. തട്ടിപ്പിനിരയായവരുടെ ദുരവസ്ഥ വെളിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ദുബായ് ടാക്സി കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നമുക്കൊപ്പം YS അഭിനന്ദൻ ചേരുന്നു. ആദ്യം ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. ഒരു റൂമിൽ 12 പേര് വെച്ചുണ്ട്. ഒരു ഗ്യാപ്പും ഇല്ല, വീതിയില്ല. കണ്ടോ, കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു വൃത്തിയും മെടിയില്ലാതാണ് കിടക്കുന്നത്. ഗ്യാപ്പ്, ഒരു തുണി അലക്കാനോ ഇരിക്കാനോ പോലുള്ള സൗകര്യം. ചേട്ടാ, ഇതാണ് ഞങ്ങൾ കിടക്കുന്ന ക്യാമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ 3 പേരെ, ചാർട്ടഡിൽ നിന്ന് വന്ന 12 പേരുണ്ട്. ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ വന്ന് ഒരു 5000 പേര് ഈ ക്യാമ്പിലുണ്ട്. ഒരു റൂമിൽ 12 പേര് വെച്ചാണ് ഉള്ളത്. 60 വെച്ച് ഞങ്ങൾ 2 പേരൂടെ വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ക്യാമ്പ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാറന്മാരെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമെങ്കിൽ വലിയ ഉപകാരമായി. ആ എബിനെ ഒരു 6 നമ്പർ എൻ്റെ കിടപ്പുണ്ട് അവരുടെ, പക്ഷേ അവരെ വിളിച്ചിട്ടൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ടെലിഫോണിൽ ചേർന്നു. അഭിനന്ദ്, ഈ പരാതി ആർക്കാണ് ഇവർ അയച്ചു കൊടുത്തത്? ഈ ചാർട്ടേഡ് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയോ? SKN DTC അഥവാ ദുബായ് ടാക്സി കമ്പനി ഉയർന്ന ശമ്പളത്തോടൊപ്പം ജോലി, ഒപ്പം സൗജന്യമായി താമസ സ്ഥലം, ഭക്ഷണം എന്നിങ്ങനെയായിരുന്നു ആദ്യം ഈ ചാർട്ടേഡ് വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസ് വാഗ്ദാനം നൽകിയത്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 3 ലക്ഷത്തിലധികം രൂപ ഈ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പത്ര പരസ്യത്തിലൂടെയും വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയുമാണ് ഇവർ ഈ കമ്പനിയെ പറ്റി അറിയുന്നത്.
പിന്നാലെ ഇവർക്ക് 1.5 ലക്ഷത്തിലധികം രൂപ ആദ്യം നൽകുന്നു, പിന്നീട് വീണ്ടും 1.5 ലക്ഷം രൂപ നൽകുന്നു. അങ്ങനെ 3 ലക്ഷം രൂപയാണ് പല തവണയായിട്ട് ഇവർ നൽകിയത്. ഇതിന്റെ പ്രതികരണങ്ങളടക്കം നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. ഇവർ വൈറ്റില ജനതാ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഈ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധവുമായി എത്തി. അവിടുത്തെ ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു, അവരുടെ ബന്ധുക്കളടക്കം ഈ ദുരവസ്ഥ കൃത്യമായി തന്നെ 24 വ്യക്തമാക്കിയത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. താമസിക്കാൻ അവർക്ക് സൗകര്യമില്ല, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ദൗർലഭ്യം അതങ്ങനെ തന്നെ തുടരുകയാണ്. ഇവർക്ക് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് വെറും 350 രൂപ മാത്രമാണ് ദിവസം. അങ്ങനെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. ഇവർക്ക് വേണ്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് വരണമെങ്കിൽ അവർക്ക് അവിടെ പാസ്പോർട്ടിന് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിനായിട്ട് ഇനി 3 ലക്ഷം രൂപ നൽകണം. അങ്ങനെ നിരവധി പരാതികൾ അവിടെ നിന്ന് ഉയർന്നിരുന്നു. ഇവർ മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മരട് പോലീസ് സ്റ്റേഷൻ മരട് സിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. വൈറ്റില ജനതാ ചാർട്ടേഡ് കമ്പനിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് 20 ദിവസം സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കും. അവർക്ക് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാം നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇവർ തന്നെ നേതൃത്വം നൽകും. പക്ഷെ അവർക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നമാണ് ഇത്തരത്തിലേക്ക് നയിച്ചതെന്നാണ് വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് കമ്പനിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലേക്ക് ഏതാണ്ട് 350-ലധികം ആളുകൾ ഇപ്പോഴും ദുബായിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ അവർ പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ ഇവരുടെ കൂടെയുള്ളവരുടെ തീരുമാനം. അങ്ങേയറ്റം ദുരവസ്ഥ വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമനെന്താണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും എന്ന് മാത്രം പ്രേക്ഷകരോട് തൽക്കാലം പറയാം. നമ്മുടെ ദുബായ് റിപ്പോർട്ടർ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടാകും അവിടെ. പവിത്രൻ ബാദിനെപ്പറ്റാ പറയുന്നു. SKN ഇപ്പോൾ പ്രേക്ഷകരെ വേണ്ടാന്ന് തോന്നുന്നു. എന്താ അങ്ങനെ? പ്രേക്ഷകരില്ലെങ്കിൽ നമുക്ക് ജീവിതമുണ്ടോ? എന്ത് പാതിരെപ്പറ്റ ഇത്? പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനകളെ ഒതുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപക സംഘടനകൾക്കിടയിൽ ഹിതപരിശോധന കൊണ്ടുവരാനാണ് തീരുമാനം. കാറ്റഗറി സംഘടനകളെ ഒഴിവാക്കി പൊതു സംഘടനകൾക്ക് മാത്രം അംഗീകാരം കൊടുക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സംഘടനകളുമായി ആദ്യ ചർച്ച ഈ മാസം 19-ാം തീയതി നടക്കുമെന്ന് അറിയുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് മേഖലകളിലായി 1,70,000-ലധികം അധ്യാപകരുണ്ട്. ഇവർക്കായി 42-ലധികം അധ്യാപക സംഘടനകളും. അധ്യാപക സംഘടനകളുടെ ബാഹുല്യം സ്കൂളുകളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം. ഈ സാഹചര്യത്തിലാണ് അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കം. അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതിന് മുൻപ് ഹിതപരിശോധന നടത്തും. 2011-ൽ ഇതിന് നീക്കം ആരംഭിച്ചെങ്കിലും അന്ന് നടപ്പായില്ല. വീണ്ടും ഹിതപരിശോധനയ്ക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. ആലോചനാ യോഗം ഈ മാസം 19-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരും. നിലവിലെ അധ്യാപക സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരെ പ്രതിനിധീകരിക്കുന്ന പൊതുസംഘടനകൾക്ക് മാത്രമായിരിക്കും അംഗീകാരം നൽകുന്നത്. പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന സംഘടനകളെ അധ്യാപക സംഘടനകളായി അംഗീകരിക്കില്ല. അതായത് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് മാത്രമുള്ള സംഘടന, പ്രധാന അധ്യാപകരുടെ സംഘടന, സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സംഘടന, പഠിപ്പിക്കുന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള സംഘടന എന്നിവയ്ക്കൊന്നിനും അംഗീകാരമുണ്ടാകില്ല. ഇതിനായി കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും. കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട ആലോചനായോഗം നിശ്ചയിച്ചിരുന്നെങ്കിലും വിവിധ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് അജണ്ട പരിഗണിച്ചിരുന്നില്ല. പൊതുസംഘടനകൾക്ക് മാത്രമായി അംഗീകാരം ചുരുക്കുന്നതോടെ ആദ്യം തന്നെ നിരവധി സംഘടനകൾ പുറത്താകും. അതിനുശേഷം ഹിതപരിശോധന കൂടി കഴിയുന്നതോടെ സംസ്ഥാനത്തെ അധ്യാപക സംഘടനകളുടെ എണ്ണം 4-ൽ താഴെയാകും. സ്വാഭാവികമായി നിലവിലെ അധ്യാപക സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. രാഷ്ട്രീയ പോരാട്ടങ്ങളെ തുടർന്ന് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ. മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് പൂനെയിലെ കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ശ്രീനാഥ് പറയൂ. SKN 2 വർഷം മുമ്പ് 2023 മാർച്ചിൽ ലണ്ടനിൽ വെച്ച് നടത്തിയ ഒരു പരാമർശം, സവർക്കർക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കേസ് രാഹുൽ ഗാന്ധിക്ക് മേൽ വരുന്നത്. പൂനെയിലെ കോടതി അതിൽ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് അഭിഭാഷകൻ മുഖേന രാഹുൽ ഗാന്ധി പുതിയ ചില കാര്യങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്. വോട്ട് ചോരി അടക്കമുള്ള വിവാദങ്ങളെയൊക്കെ തുടർന്ന്, രാഷ്ട്രീയ നീക്കങ്ങളെ തുടർന്ന് തനിക്ക് വെല്ലുവിളിയുണ്ട്. മാത്രമല്ല, ഈ പരാതിക്കാരൻ സവർക്കറുടെ കൊച്ചുമകനാണ്. പരാതിക്കാരൻ തന്നെ പറയുന്നു താൻ ഗോഡ്സെ
ഗാന്ധിയുടെയും സവർക്കറുടെയും ഒക്കെ പാരമ്പര്യമുള്ള ആളാണെന്ന്. ഗാന്ധി വധമടക്കം ചൂണ്ടിക്കാട്ടി ഈ പരാതിക്കാരനിൽ നിന്നും ഭീഷണിയുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ചുരുക്കത്തിൽ ഒരു പ്രിവെന്റീവ് പ്രൊട്ടക്ഷൻ തനിക്ക് വേണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എസ് കെ. ഓക്കെ, താങ്ക് യു ശ്രീനാഥചന്ദ്രൻ. തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയുടെ വെളിച്ചം കണ്ണിലടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് കുത്തേറ്റു. ഓട്ടോ ഡ്രൈവർ ദിലീപിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഖിൽ രാജ്, വിജയൻ എന്നിവരെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇവരാണ് ദിലീപിനെ ആക്രമിച്ചത്. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ അലക്സ്, കേൾക്കാൻ പറ്റുമോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? പറയൂ. വിഴിഞ്ഞം കരിയടവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് രാത്രി ഏതാണ്ട് 7:30 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. ഓട്ടോറിക്ഷയുടെ വെളിച്ചം കണ്ണിലടിച്ചു എന്നുള്ളതാണ് ഈ തർക്കത്തിന് കാരണം. ഓട്ടോ ഡ്രൈവറെ രണ്ടുപേർ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ജഗൻ എന്ന് വിളിക്കുന്ന അഖിൽ രാജ്, മൂവ്മെന്റ് വിജയൻ എന്ന് വിളിക്കുന്ന വിജയൻ എന്നിവർ റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ കരേടിവിള സ്വദേശിയായ ദിലീപ് ഓട്ടോറിക്ഷ ഓടിച്ചു വന്നത്. ഈ സമയം ഇവരുടെ മുഖത്ത് ഓട്ടോയുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം അടിച്ചു എന്ന് പറഞ്ഞാണ് തർക്കം ആരംഭിക്കുന്നത്. തുടർന്ന് ഇരുവരും ചേർന്ന് ദിലീപിന്റെ മുതുകിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് അങ്ങനെയാണ് പറയുന്നത്. വിഴിഞ്ഞം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ദിലീപ് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ 2 പ്രതികളും ഇപ്പോൾ ഒളിവിലാണ്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിയുടെ ലൈറ്റ് കണ്ണിലടിച്ചു കഴിഞ്ഞാലും കത്തിയെടുക്കും എന്നുള്ളത് മലയാളിയുടെ പുതിയ സംസ്കാരമാണോ എന്ന് സംശയം തോന്നും ഈ വാർത്ത കേട്ടാൽ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നല്ലൊരു രാത്രി നിങ്ങൾക്ക് നേരുന്നു. ഗുഡ് നൈറ്റ്.